റേഷൻ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന കിറ്റിൻ്റെ അകത്ത് സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പ് എല്ലാവരുടെയും വീട്ടിലിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് മൊത്തം നമ്മൾ എന്തായാലും സാമ്പാർ വയ്ക്കത്തില്ല. അപ്പോൾ ഇത് നല്ല പരിപ്പുവട, നല്ല മൊരിഞ്ഞ പരിപ്പുവട ഉണ്ടാക്കാൻ വളരെയധികം നല്ലതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതൊരു 2 മണിക്കൂർ ഈ തുവരപ്പരിപ്പ് നമ്മളൊന്ന് കുതിർത്തിട്ട് 2-3 മണിക്കൂർ ആയാലും നല്ലത്. അങ്ങനെ കുതിർത്തതിന് ശേഷം നല്ലൊരു അരിപ്പ പോലുള്ള പാത്രത്തിലേക്ക് അതിൻ്റെ വെള്ളം മൊത്തം ഊറ്റി വാരാൻ അനുവദിക്കുക. അത് നല്ലപോലെ ഫുൾ വെള്ളം അതിൻ്റെ അകത്തുനിന്ന് വറ്റണം. എന്നിട്ട് ഇതൊരു മിക്സിയിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഫുൾ അരഞ്ഞ് പേസ്റ്റ് ആവരുത്, ഒരു അത്യാവശ്യം ഒന്ന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 2 പച്ചമുളക്, പെരുംജീരകം, കറിവേപ്പില, 1 സവോള, പിന്നെ കായപ്പൊടി. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഈ പരിപ്പ് നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് അതിട്ടിട്ട് അതിനൊപ്പം തന്നെ പെരുംജീരകവും പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി ഓരോ അല്ലി വെച്ച് നമ്മളിടണം. അപ്പോൾ ഈ പരിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്യാസാണ്. അതുകൊണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും നന്നായിട്ട് ചേർക്കണം. പിന്നെ കായപ്പൊടി. അപ്പോൾ ഈ അരയ്ക്കുമ്പം ഈ സാധനങ്ങളോട് ഇടുക. അതിനൊപ്പം നമുക്ക് മുളക് അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ അരച്ച് ചേർക്കാം, അല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ 2-3 കഷ്ണം മുളകും കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതിനോട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ മൊത്തം മുളക് ഇടുന്നില്ല, കുറച്ച് മുളക് പിന്നീട് ചേർക്കുന്നുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ കുറച്ച് ഗരം മസാല, അതിനൊപ്പം തന്നെ കായപ്പൊടി. ഗരം മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ട് പെരുംജീരകവും കറുവപ്പട്ടയും ഏലക്കയും കൂടി ഇട്ട് പൊടിച്ച ഗരം മസാല കേട്ടോ. അതിൻ്റെ ഒരു 1/2 ടീസ്പൂണും കൂടി ചേർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് അരയ്ക്കുക എന്നുള്ളതാണ് മെയിൻ്റെ ഇതിൻ്റെ അകത്ത് പരിപാടി, അല്ലാതെ വേറെ കൂടുതൽ സംഭവങ്ങളൊന്നും വേണ്ട. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മളിത് ഫുള്ള് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ബാക്കിയുള്ള പച്ചമുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ അത്, ഇനി പത്തലമുളക് ഉണ്ടെങ്കിൽ അത് ഇടുന്നതും നല്ല. അതിനൊപ്പം കുറച്ച് കുതിർത്ത പരിപ്പും കൂടി ഇതിനകത്ത് ഇടണം. അരയ്ക്കാത്ത കുറച്ച് പരിപ്പും കൂടി ഇതിനകത്തേക്ക് ഇടണം, ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പെരുംജീരകം ഇതുപോലെ ഒന്ന് തൂളണം, അരയ്ക്കാത്ത പെരുംജീരകം, അതും അതുപോലെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പെരുംജീരകം കൂടുതൽ ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഗ്യാസിന് ഭയങ്കര കേമനാട്ടോ അത്. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമ്മളൊന്നിട്ട് ഒന്ന് വെക്കണം, ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, ഉപ്പും എല്ലാം മുളകും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് പരിപ്പുവടയുടെ ഷേപ്പിൽ എടുത്ത് ഉണ്ടാക്കി ഇത് വറുത്തെടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. വളരെ ഈസിയാണ്. ഇപ്പോൾ സാമ്പാർ പരിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പുവട ഉണ്ടാക്കാൻ നല്ലതാണോ എന്ന് ചോദിക്കും. പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് വളരെ സൂപ്പറാണ്. അപ്പോൾ പല രീതിയിൽ നമ്മൾ ഗ്രീൻ പീസിൻ്റെ പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് കൊണ്ടൊക്കെ പരിപ്പുവട ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പരിപ്പ് കൊണ്ട് ആരും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ നല്ലതാണ്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആട്ടോ, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇത് പരിപ്പുവടയുടെ ഷേപ്പ് ഉണ്ടാക്കാൻ നമുക്കറിയാമല്ലോ. ചെറുതായിട്ടൊരു ചെറിയ ഉരുള ഷേപ്പിലെടുക്കുക, കയ്യിൽ വെച്ച് അമർത്തുക, എല്ലാ സൈഡും ഒന്ന് അമർത്തി കൊടുക്കുക. അതായത് സൈഡ് ചുറ്റുള്ള റൗണ്ട് ഫുള്ള് നേർത്തതായിരിക്കണം. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം എണ്ണയിലേക്കിട്ട് അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ആ പതയൊക്കെ ഒന്ന് പറ്റുമ്പോഴത്തേക്ക് നന്നായിട്ട് മൂത്തു എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഓരോന്നിങ്ങനെ വറുത്ത് കോരിയെടുക്കാം. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വറുത്തെടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. പക്ഷേ ഞാൻ സാധാരണ എല്ലാം സൺഫ്ലവറിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നമ്മളോർക്കും കൊള്ളത്തില്ലെന്നൊക്കെ, പക്ഷേ ഗ്യാസാണ് എന്നൊക്കെ ഓർക്കും. പക്ഷേ ഈ പെരുംജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നില്ല. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവടയാണ്. ഇപ്പം ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കാണിച്ചു. ഇത് ഒടിക്കുന്ന സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം, നല്ല സൂപ്പറാട്ടോ. അപ്പം ഇതൊന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉരുളയായിട്ട് കൈവെള്ളയുടെ അകത്തേക്ക് വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ആ നടുഭാഗം കുറച്ച് കട്ടിയിൽ ഉരുളമയുണ്ടായിരിക്കണം, സൈഡെല്ലാം നേർത്തതായിരിക്കണം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ്, ഒത്തിരി വലുതാക്കണ്ട, ഒരു ഇടത്തരം മീഡിയം ലെവലാണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. നല്ലതാണ്, പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ
അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.